അപ്പൊ ഇന്നലെ കഴിച്ചിട്ട് മുഖം കഴുകാണ്ട് നടക്കണതാണ് ഇന്നലെ തൊട്ട്. ശത്രു അവിടെ ഇത് കൂടിയേ തീരൂ, ഏത് മദ്യം കൂടിയേ തീരൂ. കാട്ടുമരങ്ങൾ മുഴുവൻ ഇവിടെ വെച്ച് കൂട്ടിയതിന് പകരം അന്ന് ഫ്രൂട്ട്സുകൾ മുഴുവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സുകളുടെ കൊണ്ട് ആറാടിയനെ. ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. ഈ മാമ്പഴല്ലേ ഭയങ്കര ടേസ്റ്റാട്ടാ. തിരുവനന്തപുരംകാരൊരു ഭാഗ്യേ. ഞാൻ ഊട്ടിക്ക് പോയ പോലെയാവും. ഒരു ബ്രെഡ് എടുക്കാം. ഞാൻ കുടിക്കരി. മധുരമില്ലാത്ത കാപ്പി നല്ല ടേസ്റ്റ് ആണ് അവള് പറയാനോട്. അതെ, ഈ സാധനം കണ്ട രണ്ട് ഇത് 18 ഇത് നമ്മുടെ എല്ലുപൊടി. നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ നമ്മുടെ ഫുള്ള് ജൈവമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഫ്രൂട്ട്സുകൾ നമുക്ക് ജൈവത്തിൽ മാത്രം, ഫ്രൂട്ട്സിൻ്റെ ചെടികൾക്ക് വളം കൊടുക്കുന്നത് ജൈവത്തിൽ മാത്രം പോയി ഒതുങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. അത് ജൈവവളം കൂടിയേ തീരൂ. നമ്മുടെ അല്ല ഇംഗ്ലീഷ് വളം കൂടിയേ തീരൂ. പല്ലിന്റെ ഇടയിലൊക്കെ മറ്റേ ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു. പോയാ ബ്രഷിന്റെ പരസ്യം പോലെ ഉണ്ട്. എന്തിന്റെ പോയോന്നാ? എങ്ങനെ പോണു? എവിടെയാണ് എല്ലാ പല്ലിന്റെ ഇടയിലും ഉണ്ട്. പോയി വായ ശരിക്കും മര്യാദക്ക് കൊൽക്കുഴി. ഉണക്കമുന്തിരി കഴിച്ചു. 4 ഉണക്കമുന്തിരി കഴിച്ചാണ്. അതൊന്നും കഴിച്ച് കഴിഞ്ഞപ്പോൾ പോവും. അതാണ് കുഴപ്പം. എന്നിട്ട് പറയാം. ഏതാണ്ട് ഒരു പരസ്യത്തിലില്ലേ, ദേ ടീച്ചറിന് ചീരയായിരുന്നോ കൂട്ടാൻ ചോദിച്ചിട്ട് പോയില്ലേ ക്ലാസ്സില് അടിയിൽ തോലിന്റെ ഇടയിലാ. അത് കുഴപ്പമില്ല. ക്ലാസ്സില് പണ്ടത്തെ ഫലിത ബന്ധുവിൽ പറയുന്നുണ്ട്, ക്ലാസ്സില് ടീച്ചർ ക്ലാസ് എടുക്കണേ. അപ്പോൾ ഒരു കുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് അവൻ എനിട്ടിന്നപ്പോൾ ടീച്ചർ അവൻ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് എന്തോ കണ്ടു. അപ്പം എന്നിട്ട് ടീച്ചർ ചോദിച്ചു, ഇന്നും മോനെ മുട്ടയായിരുന്നു അല്ലേ കറി? അപ്പം അങ്ങനെ പറയാ, അത് ഇന്നത്തെ കറിയല്ല ടീച്ചറായി, ഇന്നലത്തെ കറിയാണ്. അപ്പൊ ഇന്നലെ കഴിച്ചിട്ട് മുഖം കഴുകാണ്ട് നടക്കണതാണ് ഇന്നലെ തൊട്ട്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്ന് ഇപ്പം തന്നെയാണ് ഉണക്കമുന്തിരി കഴിച്ചത്. എല്ലാ പല്ലിന്റെ ഇടയിലും ഉണ്ട്. ഇനിയുണ്ടാ? അത് കട്ട് ചെയ്തോ? പോയി ബ്രഷ് ചെയ്തിട്ട് വന്നച്ച പല്ലിന്റെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട്. വീണ്ടും ഒരു വട്ടം കൂടി. വെറുതെ വായ കഴുകിയ പൂന്ന് തോന്നുന്നില്ലേ? ഇത് ചാർലി എവിടെയുണ്ട്? എല്ലെവിടെയാടാ? അതാണ് കിടക്കണ്ടാവും. അതേ, കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ ഒരു വലിയ കൂട്ടുകുടുംബമാണ്, വണ്ടം കൂട്ടുകുടുംബം. അപ്പോൾ അതിൽ ഈ ബിന്ദു പണിക്കരെ കല്യാണം കഴിക്കുന്നത് ജനാർദ്ദനാണ്. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ കുറേ നിയമങ്ങളുണ്ട്. അവിടുത്തെ കാർന്നവർ കുറേ നിയമങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പരിപാലിച്ച് പോകുന്നവർക്ക് മാത്രമേ അവിടെ ആ കുടുംബത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രാത്രിയിലാണ്ട് ആ ദിവസം നമ്മുടെ ജനാർദ്ദനൻ മിലിറ്ററിയിൽ നിന്ന് പോന്നിട്ടുള്ള ആളാണ്. ജനാർദ്ദനൻ ഇവരുടെ വീട്ടിൽ തന്നെ താമസം, ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ താമസം. ഒരു വലിയ കുപ്പി സ്മോള് പൊട്ടിച്ച് കുടിക്കും. പിറ്റേ ദിവസം അത് കുടുംബത്തിലുള്ള എല്ലാവരും ആരോ കണ്ട് അത് മറ്റേ ഈ കാർന്നര മുന്നിലേക്ക് അത് കൊണ്ടുപോവാണ്. അപ്പോൾ ബിന്ദു പണിക്കരാണെങ്കിൽ ഈ ഭയങ്കര ഈ ഭർത്താവിൻ്റെ ഇതിലൊക്കെ അഭിമാനിച്ച് കിടക്കണം. അപ്പോൾ ഈ പെണ്ണുങ്ങളെ ഇത് വർത്താനം പറയുന്നത്, ഇവിടുത്തെ പോലെയാണോ നമ്മുടെ ആളെ പേരുന്ന ശത്രുവേട്ടൻ ഇവിടുത്തെ മറ്റുള്ള ആണുങ്ങളെ പോലെ, മറ്റുള്ള മരുമക്കളെ ആണുങ്ങളെ പോലെയാണോ? അവിടെ ഈ 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അവിടെ ഇത് കൂടിയേ തീരൂ, ഏത് മദ്യം കൂടിയേ തീരൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെടികൾക്ക് ഇംഗ്ലീഷ് വളം കൂടിയേ തീരൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ജൈവവളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ്കളൊന്നും മുഴുപ്പാവില്ല. 13 അബിയാണ് ഉണ്ടായി, 13-14 അബിയാണ് ഈ ചാവാലിയും ഉണ്ടായി കൊണ്ടിട്ടാ. കണ്ട വലുതായി വരുന്നുണ്ട്. 2 കേടായി പോയി. പിന്നെ നോക്കിയത് ഇവിടെ നോക്കിയ വലുതുകൾ ഇത് കണ്ട ഒക്കെ വലുതായി വരാണ്. വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പ്രയോജനം ഉണ്ടാവോ? അല്ല, ഇംഗ്ലീഷ് വളം പെട്ടെന്ന് ഫലം കിട്ടുമല്ലോ. ഫലം കിട്ടൽ മാത്രല്ല, 2 സമയത്താണ് ഇംഗ്ലീഷ് വളം ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒരു ഇതിൽ ലേഖനത്തിൽ വായിച്ചു. ഒന്ന് മെയ് തൊട്ടിട്ട് ജൂലൈ വരെയുള്ള കാലയളവിൽ, നല്ല മഴക്കാലം കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇംഗ്ലീഷ് വളം ചെയ്യണം. അത് NPK അങ്ങനത്തെ സാധനം, ബോറോൺ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചേർക്കണം, എല്ലുപൊടി ഇതൊക്കെ. പിന്നെ അതിനൊപ്പം തന്നെ ജൈവവളം കൊടുക്കണം കേട്ടോ. ഈ മറ്റേ ചാണകപ്പൊടി അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാം.
പിന്നെ കൊടുക്കേണ്ടത് ഈ തുലാവർഷം തുടങ്ങണതിന്റെ തൊട്ട് മുമ്പ് കൊടുക്കണം. ഒക്ടോബറിൽ. അപ്പൊ ഈ സമയത്താണ് കൊടുക്കേണ്ടത്. ഒക്ടോബർ ആണത്. അതെ, ഈ തുലാവർഷം ഇപ്പൊ തുടങ്ങാൻ പോവല്ലേ. അപ്പൊ ഈ സമയത്ത് നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പൊ ഞാൻ 2 തരം വളം വാങ്ങിച്ചു. ഈ വളത്തിന് വേണ്ടിയിട്ട് ഞാൻ നെട്ടോട്ടോടി. വളം ഒരു സ്ഥലത്തും കിട്ടാല്ലേ, ഒറ്റ സ്ഥലത്ത് ഇംഗ്ലീഷ് വളം കിട്ടാല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടില്ലേ, ആളുകൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് വളം താല്പര്യമില്ലാണ്ട് ഏതാണോ എവിടെയും കിട്ടാത്ത? അല്ല, അത് ലഭ്യമല്ല. അതല്ലേ ചോദിച്ചേ. തുറന്നറിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെന്താണെന്നറിയോ, നമ്മള് കഴിഞ്ഞ തവണ വളം നമ്മൾ കാണിച്ചില്ലേ? കാണിച്ചില്ലേ? കാണിച്ചു. അല്ല, നമ്മൾ ജൈവ കൃഷി മാത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനത്തിന് ഇത് പറ്റില്ലേടാ. നമ്മളിത് ഇവറ്റകൾക്ക് മാത്രമായിട്ട് ഒരു 100 ഗ്രാം 150 ഗ്രാം വെച്ചിട്ട് നമ്മൾ ഇത് ഞാൻ 6 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് 10-60 ഫ്രൂട്ട്സിലുണ്ടല്ലോ. ഇന്നാളുണ്ട് ഒരു തമാശയേ, ഒരു കുട്ടി ഫോൺ വിളിച്ചിട്ടേ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഇത് മുഴുവൻ കാണാൻ പറ്റേന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തിട്ട് ഈ എക്സ്പ്രഷൻ അതാങ്ങി വാങ്ങിയാലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല മോള് വേറെ വല്ല വീഡിയോ കണ്ടിട്ട് ഫ്രൂട്ട്സ് നമ്മുടെ താമരശ്ശേരിക്കാരവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ ആകപ്പാടിതെ ഇപ്പോൾ ഓരോന്ന് മിണ്ടാവണുള്ള ചെറുതായിട്ട് ഉണ്ടായി വരണുള്ളൂ എന്ന് പറഞ്ഞു. അത് അന്ന് മുഴുവൻ മരങ്ങൾ, കാട്ടുമരങ്ങൾ മുഴുവൻ ഇവിടെ വെച്ച് കൂട്ടിയതിന് പകരം അന്ന് ഫ്രൂട്ട്സുകൾ മുഴുവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സുകളുടെ കൊണ്ട് ആറാടിയനെ കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു. ഞാനത് കേട്ടില്ല. ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. അപ്പം നമുക്ക് വളം ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ എത്ര വാങ്ങി? ഒരു വാങ്ങിയില്ലുണ്ടായി. കോട്ടൂർ കോണം വാങ്ങിയിട്ടുണ്ടായത് തിരുവനന്തപുരത്തെ. ഇതൊക്കെ നമ്മുടെ ഇമ്രാന്റെ ഓരോ കലാപരിപാടി. ഓരോന്ന് വലിച്ച് രാത്രി സമയം പോകാൻ വേണ്ടിയിട്ട് ആള് ഇതൊക്കെ ഇതുമ്പോ വലിച്ചെടുക്കും. ഇത് എവിടെന്നോ അതുപോലെ വലിച്ചെടുത്തിട്ട് കൊണ്ടിട്ടേക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ പുല്ല് ഇതിൻ്റെ ഇങ്ങനെ കാട്ടിൽ നിന്ന് ശരിക്കും ഇളക്കിയിട്ടേ ഇതുമ്പോൾ വാങ്ങിയിട്ടാണല്ലോ നമുക്ക്. ഇവൻ്റെ ഈ മാമ്പഴല്ലേ ഭയങ്കര ടേസ്റ്റാട്ടാ. തിരുവനന്തപുരംകാരൊരു ഭാഗ്യേ, അവരെ തനതായ മാവാണിത്. ഞാൻ തൃശ്ശൂർക്കുണ്ട് പ്രിയൂർ. ചേട്ടൻ ഞാനിങ്ങോട്ട് വെറുതെ വന്നോളോ, ചാർലിക്ക് എടുക്കണോടത്ത് എനിക്ക് അങ്ങോട്ട് പോയി. ആ എല്ലെടുത്തിട്ട് ഞാൻ ഇമ്രാൻ കൊടുക്കാവോന്ന് വിചാരിച്ചു. ഒരു എല്ല് കിട്ടിയിട്ടുണ്ട് ചാർലിക്ക്. ഒരു പോത്തിന്റെ ഒരു കാല് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ട് നടക്കണത്, അതിന് കൊടുക്കില്ല കടിക്കാനായിട്ട്. അത് കുറേ വട്ടമായിട്ട് ഇമ്രാൻ കടിക്കാൻ ചോദിക്കുന്നുണ്ട്. അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് അടിച്ച് കൊല്ലും ചാർലി. അത്രയ്ക്ക് ആള് ചെറുതായിക്കോട്ടെ, പക്ഷെ ആള് ദേഷ്യയില്ലേ, ഒരു 1.5 ദേഷ്യകളാ. നേരത്തെ ഒരു ഉഴുന്നുവട 2 പീസാക്കിയിട്ട് 2 പേര് പാത്രത്തിൽ വെച്ച് കൊടുത്തു. ചാർലി ഒരു നോട്ടം നോക്കിയ ഇമ്രാൻ വേഗം ആവശ്യത്തുനിന്ന് പോയി അപ്പുറത്ത് പോയിട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 പേർക്കും കുറേ ദൂരെയായിട്ട് വെച്ച് കൊടുത്തു. ചാർലിയുടെ പാത്രത്തിൽ നിന്ന് ചാർലിനെ വിളിച്ചിട്ട് ഇത് നിൻ്റെ, എന്നിട്ട് മറ്റോ നിൽക്കണോടത്ത് കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്തു ഇമ്രാൻ്റെ. ചാർലി ഇത് തിന്നണില്ല. ഇമ്രാനെ നോക്കി നിൽക്കുക, അവൻ തിന്നുണ്ടോന്ന്. അവൻ തിന്നണില്ല. അവൻ എത്ര അടുത്തേക്ക് വെച്ച് കൊടുത്തിട്ട് തിന്നണില്ല. ലാസ്റ്റ് ചേട്ടൻ അതിനെ പിടിച്ച് മലർത്തി കെടുത്തിയിട്ട് ആ ഉഴുന്നുവടയുടെ കഷ്ണം അതിൻ്റെ വായയുടെ ഉള്ളിലേക്ക് വെച്ച് വായ ഇങ്ങനെയാക്കി തിന്നടാ പറഞ്ഞിട്ട് അങ്ങനെ തീറ്റി വെച്ച് നിന്നിട്ട് അതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുക. എന്നിട്ട് പിന്നെ അത് പോയിട്ടാ അപ്പുറത്തേക്ക് പതുക്കെ തിന്നിട്ട് പോയി. അപ്പം ഇവൻ ചാർലി എപ്പോഴും ചാർലി തിന്നണില്ലേ, ഇമ്രാൻ എന്നെ നോക്കിക്കുക. എന്നിട്ട് പിന്നെ ചാർലി കുറച്ച് തിന്നിട്ട് പിന്നെ ഇമ്രാൻ്റെ അടുത്ത് ഒറ്റ ഓട്ടം ഓടി വശം കാക്കകൾ വന്ന് ചാർലിയുടെ എടുത്തോണ്ടായി. ഇമ്രാനാണ് ഇമ്രാൻ്റെ തിന്നും ചെയ്തു. എന്നിട്ട് ചാർലി പിന്നെ ഇങ്ങനെ അണ്ടി പോയി അണ്ണാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അതുപോലെ നിരാശനായിട്ട് കിടക്കുകയായിരുന്നു അവിടെ. അപ്പോഴാണ് കാക്ക ഒരു എല്ലും കഷ്ണം കൊത്തി കൊടുത്തത്. ഇവിടെ ഭയങ്കര തമാശകളാ. ഇവരെ നിരീക്ഷിച്ചാൽ മതി, കുറേ ചിരിക്കാനുണ്ട്. ആ എല്ലിന് ഇത്തിരി നേരം കടിക്കാൻ കൊടുക്കറ. അതിന് പാവല്ലടത്, അതിന് കൊടുക്കില്ല. ആൽഫാമയില് കുറച്ചു നേരം അത് ഇമ്രാന് കൊടുക്കട്ടെ. ഇമ്രാന് കൊടുക്കട്ടെ, ഞാൻ കൊടുക്കട്ടെ കേട്ടാ. ഇമ്രാന് നീ ഇവിടെ ഇരുന്നോട്ടാ. ഇമ്രാൻ ഇങ്ങോട്ട് വായോ. ഇമ്രാൻ അത് തരാം, എല്ല് തരാട്ടാ. ചാർലി അങ്ങോട്ട് പോക്കോ. നോക്ക് അവന് മനസ്സിലായി അതെടുക്കാനാ പോണേന്ന്. കണ്ടാ അവൻ പോയി അവിടേക്ക്. എവിടെയല്ലേ ഇരിക്കുന്നത്? എല്ലാം അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാ. ഒളിപ്പിച്ച് വെച്ചേക്കാ അവിടെ. കണ്ട ചാർലിയെ അങ്ങോട്ട് ചേട്ടായിട്ട് ഇത് കടി വാങ്ങിക്കണ്ട. ഇതാണ് കണ്ട, ഈ ഒരു എല്ലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ചാർലി ഇമ്രാൻ ഓടിയോ ഇമ്രാൻ എടുത്തോ. കൊടുക്കില്ലേ? പോയി അതിന് വേറെ സ്ഥലത്ത് ഒളിപ്പിച്ചേക്കും. ഇല്ല അങ്ങടന്നെ പോണേ. അവിടെ അതാണ് സ്ഥലം ആളുടെ. അവിടേക്ക് തന്നെ കൊണ്ടുപോയി.
ഭയങ്കര മുതല്. ഇതാണ് ഇങ്ങനൊരു സാധനം. ഇരട്ടി വലിപ്പുണ്ട്. നിനക്ക് ഇത്ര ആരോഗ്യമില്ലേ? അതിന്റെ കയ്യിൽ കടിച്ചു വാങ്ങിച്ചൂടെ? ആളൊരു സമാധാനപ്രിയനാണ്. അപ്പം എൻ്റെ കോട്ടൂർ കോണത്തിൻ്റെ ഫസ്റ്റ് ഇത് ഇതാക്കിയിട്ടാ നമുക്ക് വളമിട്ട് കൊടുക്കാം. നമ്മളിവിടെ മഴക്കാലത്തിന്റെ സമയത്ത് ഇവിടെ ഈ 2 സൈഡ് നിറച്ച് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെത്തിയിലത്തെ ഒരു 90% പോയി. വലിയൊരു പരാജയമായിരുന്നു അത്. ദേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇവിടെ വന്നേ, ഇവിടെ വെച്ചതേ ഇതുണ്ട് കേട്ടാ. ഇതിങ്ങനെ ഈ നിമിഷവും പോവും അതുപോലെ നിൽക്കണം. ദേ കണ്ട, ഇവിടെ നിങ്ങളുള്ളതൊക്കെ ദേ ഉണങ്ങി. മഴക്കാലത്ത് വെക്കാൻ പാടില്ലെന്ന് പോയി. ഇതൊക്കെ പോയി. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവിടെ ഉള്ളതൊക്കെ പോയി. പിന്നെ അവിടെ ഒരെണ്ണുണ്ട് മഞ്ഞപ്പൂവ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഉണങ്ങിപ്പോയി. അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുപോലെ ആ സൈഡിൽ വെച്ച് നോക്കിയേ, ഈ സൈഡിൽ കണ്ട ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് 2-3 എണ്ണം. പിന്നെ ദേ ഇത് ദേ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തു നിന്നൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ദേ ഇത്രക്കായി ഉണങ്ങിയിട്ട് കണ്ട. ദേ വർഷകാലത്ത് വെച്ചപ്പോഴേ നല്ല മഴക്കാലം കിട്ടിയില്ല. 3-4 മാസം മഴ കിട്ടിയില്ലോ. ആ മഴ കിട്ടിയപ്പോ അതൊക്കെ ഉണങ്ങി. ഇതേ വളം ഞാൻ കേട്ടാ. ഇതില് നൈട്രജൻ, പൊട്ടാഷ്, ഫോസ്ഫറസ്, അതില് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതുണ്ടായിരുന്നു പൊടി. ഇത് ഇമ്രാൻ ഉന്നം വെച്ച് നിൽക്കണ്ടായിരുന്നു. കരുതേ കിട്ടി കഴിഞ്ഞ തരക്കേടിലായിരുന്നു. അവനെല്ലല്ലോ കിട്ടിയ. ഒരു 100 ഗ്രാം വീതം നമുക്ക് ഇട്ട് കൊടുക്കാട്ടാ. കടക്കലേക്ക് ആക്കരുത്. അതെ, ഇങ്ങനെ അതിയേശണ്ടാ. വലിയ മാവല്ലല്ലോ, ചെറിയ മാവല്ലേ. അവിടെ നമ്മൾ വളം കൃത്യമായിട്ട് ചെയ്യണം. എന്നാലും വിളവുണ്ടാവുള്ളൂ. ചക്കയ്ക്കായാലും പ്ലാവിനായാലും. അല്ല എന്നോട് തമിഴ്നാട്ടിലത്തെ ഒരാൾ പറഞ്ഞില്ലേ? അല്ല ചേട്ടാ, എല്ലാത്തിനും ഇംഗ്ലീഷ് വെള്ളമിടും. അല്ല, ഒരാൾ തമിഴ്നാട്ടിൽ ഒരാൾ പറഞ്ഞു ചക്കയ്ക്ക് നന്നായി ചക്കിൻ്റെ ആവണമെങ്കിലേ മാങ്ങിക്കുണ്ടാവണമെങ്കിൽ ഈ വളം ചേർക്കണം. പിന്നെ ഞാൻ കോഴിക്കാട്ടം പിന്നെ അടിപൊളിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ വളർത്തമാൻ കൈയോടെ മൂടാൻ പോകണം കേട്ടോ. മൂടിയിട്ട് ആ പുല്ല് കൈയോടെ വെക്കുക ഞാൻ. ഇതപ്പോ 2 ദിവസത്തെ ഇതായിരിക്കുമല്ലോ പണി. ഇട്ട് കഴിക്കണെങ്കിൽ ഇതന്നെ പണി എനിക്ക്. കാരണം നമുക്ക് കുറെ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ. ഇനി നമ്മുടെ ഈ പുല്ല് വെറുതെ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നില്ല, പിടിക്കും. അതെ, പിടിക്കും. മഴ പെയ്യും. അങ്ങനെ ഫസ്റ്റ് ഇത് സക്സസ്. ചേട്ടൻ ഇത് ഇമ്രാൻ മാന്തി അതൊക്കെ തിന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. മണ്ണാക്കിട്ടേ ഈ എല്ലുപൊടിയുടെ മണം കിട്ടില്ല അതിന്. അതൊന്നുമില്ല. നീ അബിയുന് നാളെ കാലത്ത് കാണാൻ എല്ലാത്തിനും കടം മാന്തി എടുക്കണ്ടോ. ഇപ്പൊ ശാന്തനാണ്. വൈകുന്നേരം സമയത്ത് ചില സമയങ്ങളിൽ ഇവന്റെ നമ്മുടെ CCTV കാണാം ഇവന്റെ ഓരോ അക്രമങ്ങൾ. ഒരു സാധനം എപ്പോഴും പല്ലരിച്ചിരിക്കും. എന്തെങ്കിലും കടിച്ച് മാതാം. ഒരെണ്ണായിട്ട് ഇങ്ങനെ സകല ചവിട്ടികൾ എടുത്തോണ്ടോ, സകല ചെരുപ്പ് എടുത്തോണ്ടോ. ചാർലി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടാ. ചാർലി ഒറ്റയടിക്ക് ഒരു 2500 രൂപ നഷ്ടം വരുത്തി വെച്ചുള്ളൂ. എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോയി പൊട്ടിച്ചു. അബിയു സരിതാ, എന്തായാലും നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല ഞാൻ അവിടെ മാഷും അതൊക്കെ ഗ്യാസും കുറ്റി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കിയാൽ മതി. എന്തെങ്കിലും ഉണ്ടാക്കിയേക്കോ. ഉണ്ടാക്കാനുള്ള സെറ്റാക്കി. സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാല്ലേ? നീ ഉണ്ടാക്കിക്കോ. ഞാനിവിടെ കളക്കട്ടെ. നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആകെ 3-4 സാധനങ്ങൾ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. സുഖമാണ് ചെയ്യാനായിട്ട്. ബ്രെഡ് വേണം. പിന്നെ വേണ്ടത് ബട്ടർ. പിന്നെ ചേട്ടാ കുത്തിപ്പൊടി മുളക് കഴിഞ്ഞു. കുത്തിപ്പൊടി ചില്ലി ഫ്ലേക്സ് വേണം. ഒറിഗാനോ വേണം. മല്ലിയില വേണം. പിന്നെ വെളുത്തുള്ളി. ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി ഭയങ്കര ചെറുതാക്കി അരിയുക, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യണം.
ഇത് ഇടയ്ക്ക് വൈകുന്നേരം ജഗ്ഗുവിന് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. വൈകുന്നേരം ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ ചോറ്. ഇന്ന് രാത്രി ജഗ്ഗു ടൂറ് പോവാണ് കേട്ടാ, ഊട്ടിയിലേക്ക്. എന്താ പറയുമ്പോ തല താഴ്ത്തി നിൽക്കണേ? 20 രൂപ 20 രൂപ 8 പാക്കറ്റാ. പിന്നെ എന്തൊക്കെയാ വാങ്ങിക്കാൻ പറഞ്ഞേക്കണേ? കൂട്ടുകാരെ ഓരോന്ന് വാങ്ങിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നിന്നോട് ലേസ്, ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കണ്ടേ? ബിസ്ക്കറ്റാ വേറെ വല്ല? ഫ്രൂട്ട്സ് ഒക്കെ ആർക്ക് വേണം? നന്നായി ഞാൻ ഊട്ടിക്ക് പോയ പോലെയാവൂ. അന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഊട്ടി പോയിട്ട്. മല്ലിയില പൊടി പൊടിയായിട്ട് എരിയുന്നു കേട്ടാ. ഇതേ പൊടി പൊടിയായിട്ട് അരിയാൻ നിൽക്കണ നേരെ. വേണോ നിനക്ക്? അപ്പം അങ്ങനെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തു. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാ. നോക്കിയിട്ട് ഇടാട്ടാ. പിന്നെ എന്ത് ചേട്ടാ ക്ഷീണിച്ചാ? ക്ഷീണിച്ചില്ല, അല്ല ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന ജേബിൻ്റെ. പിന്നെ വേണ്ടത് ബട്ടർ. ബട്ടർ ഞാൻ മുന്നേ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ആവാം. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിയ. ബ്രെഡ് എടുക്കുന്നു, ഈ സാധനം അതിന്മേൽ തേക്കുക, വെക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇത് വെച്ചിട്ട് ആക്കാം. ഇതില് ആയിട്ടില്ലല്ലോ. അതാ പറഞ്ഞ മറച്ചിടാൻ. നമ്മുടെ വീട്ടിൽ അബിയു മാത്രമല്ലടാ, ഈ റംബുട്ടാൻ, ഫിലോസാൻ, അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. മറ്റേ ലോങ്ങൻ കുറേ ഉണ്ട്. അപ്പം എല്ലാത്തിനും ഇടണം. ഇതിനൊക്കെ കുറച്ച് ശേഷിയിട്ടാൽ മതി. ഇതൊക്കെ കഴിഞ്ഞാലും വെച്ചല്ലേ, ഇത് വെച്ചിട്ട് അതി നാളായില്ല. ഇതിന് കുറച്ച് ശേഷിയിട്ട് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് അപ്പുറത്താണ്. ഇവിടത്തൊക്കെ കഴിഞ്ഞു. എന്തായി സാർ ഉണ്ടാക്കല്? കഴിയാറായി. ഒരു ബ്രെഡ് തിന്ന് നോക്കിയേക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ചൂടാറിൻ്റെ നല്ല മണം. ഒരു ബ്രെഡ് എടുക്കാം. വെറുതെ നമ്മൾ ഇങ്ങനെ ബട്ടർ മാത്രം തേച്ചിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കില്ലേ, അതിന് ഒരു വ്യത്യാസം. വലിയ പണിയില്ല, രസമുണ്ടല്ലോ. ഇത് മുമ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ചേട്ടൻ ഇത് കഴിച്ചിട്ടില്ല. ഞാനും ജഗ്ഗ കഴിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മീൻ കൂട്ടാനുണ്ടാക്കിയ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. ചോറ് ഇത്തിരി അധികം ചേട്ടൻ കഴിച്ചു. അപ്പോൾ ഞാനും ജഗ്ഗും ബ്രെഡ് ഇരിക്കണ്ടായിരുന്നു, അതുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു.
ചേട്ടന് കൊടുത്തപ്പോൾ അത് വേണ്ട. ഇന്നൊക്കെ അല്ലെങ്കിൽ നല്ല സാധനമൊന്നും വേണ്ട, ഞാൻ ചോറുണ്ടു മീൻ കൂട്ടാൻ കൂട്ടി. അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ കഴിച്ചില്ല അന്ന്. ഇത് ഇഷ്ടപ്പെട്ടാ? ആ, അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാളെ അട തിന്നുമ്പോ ചാർലി ഇവിടെ എൻ്റെ ബാക്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു ചേട്ടാ. അതെ, അവർക്ക് ബ്രെഡ് കൊടുത്തു ചേട്ടാ ഞാൻ. കാപ്പി വയ്ക്കാൻ പോവാട്ടാ. ഒരു പാക്കറ്റ് പാലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 കാപ്പി കറക്റ്റാ. ചേട്ടനുള്ളത് 1 സ്പൂൺ, എനിക്കും ജഗ്ഗുവിനും അത്രയ്ക്ക് വേണ്ട. പിന്നെ ചേട്ടന് പഞ്ചസാര വേണ്ടാന്ന് പറഞ്ഞാലേ ഞാൻ അതിലേക്ക് നേരെ പഞ്ചസാര ഇടുക ചെയ്യാറ്. എൻ്റെ ഈ സ്പൂണോട് 1.5 സ്പൂണാണ് കണക്ക്, ഒരു ഗ്ലാസ്. ചേട്ടൻ വായോ. ആ അതെ വരും. കാപ്പിനാക്കൽ കഴിഞ്ഞാ? ആ, ചേട്ടൻ്റെ കാപ്പിയിൽ മധുരം ഇട്ടിട്ടില്ല ചേട്ടാ. ആ, മധുരം വേണ്ട. കൊറേ നാളായില്ലേ ഇപ്പൊ കാപ്പി നിർത്തിയിട്ട് ചേട്ടൻ. ആ, ജഗ്ഗുവിനെ വിളിച്ചില്ലേ ഫുഡ്? അത് മധുരം ഇല്ലാണ്ട് ഇത് കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ചേട്ടാ. ഞാൻ കുടിക്കരി നോക്കി വേണ്ട നമുക്ക്. ആരോ നമ്മുടെ കമന്റ് ഇട്ടുണ്ടായിരുന്നില്ലേ, മധുരമില്ലാത്ത കുടിച്ച് ആദ്യത്തെ 2-3-4 ദിവസം കുടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശീലായോ? അല്ല, ശീലായോളെന്നല്ല, അത് നമുക്ക് ടേസ്റ്റ്. അത് രാഗിയാ പറഞ്ഞേ, അവര് മധുരമില്ലാണ്ട കുറേ നാളായിട്ട് കുടിക്കണേ. അതെ, ആ, രാഗി സജീവനും കാപ്പി. മധുരമില്ലാത്ത കാപ്പി നല്ല ടേസ്റ്റാണ് അവള് പറയാനോട്. അതെ, അങ്ങനെ ഒന്ന് കുടിച്ചു നോക്കുന്നു. കുറച്ച് നാള് ആദ്യത്തെ 2 ദിവസം ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നും. അത് കഴിഞ്ഞ ആണോ? ഒന്നാമത്തെ ചേട്ടന് നല്ല കടുപ്പം വേണം. ഇവരൊക്കെ മധുരമില്ലാത്ത പാലല്ല കുടിക്കുന്നത്, എനിക്ക് കുടിച്ചുകൂടാ. മധുരമില്ലാത്ത പാലാ ആര് കുടിയാണ്? ഇമ്രാനും കഴിച്ചോ? കഴിച്ചോ? എന്ത് മണം നോക്കണ? ഇത് രസല്ലേ? കൊഴപ്പില്ല, മുഖം നോക്ക്. ചാരായത്തിന്റെ ഒരു മണം, 1+1 പോലെ സാധനം. ഇന്നസെന്റ് പറയുന്നത് മോഹൻലാല് ചാരായത്തില് മറ്റേ മോഹൻലാലിൽ അധികം കാശില്ല. അപ്പൊ ഇന്നസെന്റിന്റെ മുതലാളിയുടെ മോളെ വളയ്ക്കണം മോഹൻലാലിന്. അപ്പോൾ ഇന്നസെന്റാണ് അവിടുത്തെ ഡ്രൈവർ. അപ്പോൾ ഇന്നസെന്റിനെ വളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ റൂട്ടിലാവും വെച്ചിട്ട് ഇന്നസെന്റിന് മറ്റേ സ്കോച്ച് വിസ്കിയൊക്കെ എന്ന് പറഞ്ഞിട്ട് സാധാരണ ചാരായത്തിൽ കട്ടൻ ചായ ഒഴിച്ചിട്ട് കളറാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇന്നസെന്റ് ഇതാണ് കുടിച്ചിട്ട്, ഇത് ഒരു അതല്ല, ഒരു മോഹൻലാൽ പറയാ എല്ലാം ചാരായത്തിൻ്റെ എന്ന് പറയില്ലേ, പറയാ എല്ലാം അങ്ങനെ പറയില്ലേ. എന്നിട്ട് പറയുന്നത് സരിതാ, അല്ലെങ്കിൽ ഇത്തിരി മധുരം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാല ഇത്തിരി ചേർത്തോ, സ്വല്പം മധുരം ചേർത്തോ. കാരണം എൻ്റെ കാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പാ. ഇതിലാണെങ്കിൽ ബ്ലാക്ക് റോസ്റ്റ് മാത്രമല്ല, ഈ ചിക്കറി ഇല്ലേ ഇതില് 1 സ്പൂൺ ഇടണല്ലോ. ആ, ഒരു ചെറിയൊരു മധുരം, ഭയങ്കര കയ്പ്പ്. ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇല്ലേ ജഗ്ഗുവിന് ഇഷ്ടമായില്ലേ? നല്ല രസാ ബ്രെഡ്. ആ, അടിപൊളിയാ. ആ, ഇതിന്റെ ഇത് പ്രത്യേകത എന്ന് വെച്ചിട്ടില്ലേ, ആ കുത്തിപ്പൊടി മുളകിന്റെ ഒരു അതാണ് രസം. നമ്മുടെ സാധനം വെളുത്തുള്ളിയുടെ ഒരു മണം കിട്ടും. വെളുത്തുള്ളി നന്നായി ചതച്ച് ചേർത്താൻ കിട്ടും. അത് കഷ്ണം നുറുക്കിയ കാരണം കൊണ്ടേ അത് പോവും. അല്ല, നമ്മളെ ബ്രെഡ് ഇങ്ങനത്തെ കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടൊന്നും അങ്ങനെ ആരും കഴിക്കില്ലല്ലോ. അല്ലെ, വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടത്. ഇതിപ്പോ കുറച്ചായിട്ട് നമുക്ക് ഇത് എന്തൊട്ട് കാണിക്കണേ. പാല് തട്ടിപ്പോയി, അല്ല ചായ തട്ടിപ്പോയി. സരിത ബ്രെഡ് തന്നില്ലേ? ആ, കഴിച്ചു. ദേ കഴിഞ്ഞു, ഒരു പാക്കറ്റ് ബ്രെഡ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവരോട് ഞാൻ തിന്നാം അല്ലേ? ചൂടാണ്. അതെ, ഇവിടെ ഈ സൈഡിൽ കളയ്ക്കാൻ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു 10-30 മരങ്ങളുണ്ട് മൊത്തം. നമ്മുടെ റംബുട്ടാനുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പുറത്തേക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം 8 മണിയാകുമ്പോഴേക്കും കഴിക്കാം. എല്ലാത്തിനും ഇട്ടിട്ട്. ഇത് മറ്റേ അവക്കാടയാണ് കേട്ടാ. അവക്കാടോ കുഴിച്ചിട്ടിട്ട് നിന്ന് ഒരു അറ്റ ഉണ്ടാവില്ലേ. ചേട്ടനെ ആദ്യം
ചെത്തിയുടെ തൈ കുറേ വാങ്ങിച്ചിട്ട് വന്നു ഇവിടെ വെക്കാൻ വേണ്ടി നിറച്ച്. അപ്പം ചെറുത് 20 രൂപ തൈ. കുഞ്ഞിത് വാങ്ങിച്ചോണ്ടെന്ന് ഓർമ്മയില്ലേ? അത് ഒരെണ്ണം പോലും പോയിട്ടില്ല കണ്ട. പിന്നെ മാത്രമല്ല എല്ലാത്തുമ്പോഴും പൂ ഇട്ട് തുടങ്ങി. പിങ്ക് പൂവ്. പിങ്ക് പൂ വേണ്ട ചെറുത്. നിലത്തുനിന്ന് പൊന്തിയിട്ടില്ല ആള്. അപ്പോഴത്തേക്ക് നിറച്ച് പൂട്ട് തുടങ്ങി. ആ സൈഡിൽ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് നിറച്ച്. അതുപോലൊക്കെ പൂട്ട് തുടങ്ങി. അപ്പോഴാണ് പിന്നെ വീണ്ടും ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പോയപ്പോഴാണ് വലുത് കണ്ടേ. അപ്പൊ അത് അതിനെത്ര 40 രൂപയുള്ളൂ. 40 രൂപയ്ക്ക് ഇതിനേക്കാളും ഇത്ര വലുത് കിട്ടി. അന്ന് 20 രൂപ വരെ വാങ്ങിച്ചത് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലാപമായിരുന്നു. ഇപ്പൊ സമാധാനായി. അല്ല ഈ വലുതുകൾ നോക്കിയേ, ഇത് ചെറുതുകളായിരുന്നു കേട്ടോ. വലുതായി ഇതാ കണ്ട പൂവിട്ടിട്ട് ഇതിനൊക്കെ പൂവിട്ട് വരണ്ട്. അല്ല അവറ്റോട് വലുതാവുന്ന് മെല്ലെ മെല്ലെ മെല്ലെ. വലുതാവും. പക്ഷെ കുഞ്ഞി ചെറുതിലേ പൂവുണ്ടാവുണ്ട്. അവിടെ നിന്ന് ചായ കുടിക്കാല്ലേ. ഇതിനെല്ലാത്തിനും വളർട്ട് കഴിയുമ്പോഴേക്കും ഒരു നേരം ആവൂട്ടാ. കുഴപ്പമില്ല. സാധനം ഇട്ട് കൊടുത്ത് പിഴച്ചു. പിന്നാലെ ഭയങ്കര ഇഷ്ടമായി. അവിടെ കളിച്ചാൽ മതി. എല്ലെവിടെയാ അങ്ങോട്ട് പോവാൻ അവിടെ നിന്ന് കളിക്ക്. ക്യാമറ തെറിപ്പിക്കും അപ്പൊ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നിർത്താല്ലേ. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ വീണ്ടും ഇതുപോലത്തെ 20 രൂപ തയ്യില്ലേ, അത് വാങ്ങിച്ചോണ്ടരാൻ പോവാ. ഫ്രണ്ടിൽ വെക്കാൻ പോയി അടുത്ത് വയ്ക്കാട്ടാ. പോയി അടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റാ. അവിടെ വെക്കുകയാണെങ്കിൽ അതുപോലത്തെ മഞ്ഞ തന്നെ വെക്കണ്ടേ. അപ്പൊ ഇനി പൂവാണ്ട് അവിടെ പിടിച്ചു നിക്കണ ആ മഞ്ഞകളില്ലേ, അതിനെ മാറ്റിയിട്ട് നമുക്ക് ഈ സൈഡിലാ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം അവിടേക്കെങ്കിലും ഇനി ശേഷിക്കുന്ന ഒരു 5-6 അതിനെ മാറ്റിയിട്ട് മൊത്തം ഇങ്ങനത്തെ ഇനി വെക്കേണ്ടി വരും. ചെറുത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം അങ്ങനെ അതെ. അപ്പം ഇനി അതിന് ചെയ്യേണ്ടി വരും.